അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ചാങ്കു ലേക്കിലേക്കും പിന്നെ നാതുല പാസ് പിന്നെ ബാബാ മന്ദിറിലേക്കാട്ടോ. നമ്മളിപ്പോൾ ഗാങ്ടോക്കിലില്ല, നമ്മളെ കൂടെ പവനുണ്ട്, പവന്റെ അളിയനുണ്ട് കേട്ടാ. അളിയൻ ഇവിടുത്തെ പോലീസാണ്, പേര് പ്രേം എന്നാട്ടാ. ഓക്കെ, പിന്നെ പവന്റെ സിസ്റ്റർ ഉണ്ട്, പിന്നെ നമ്മളെ വണ്ടിയിലെ ആൾക്കാരിലുണ്ട്. നമ്മളിവിടെ ഇതെടുക്കാൻ വന്നതാണ്, നമ്മള് ID കാർഡും ഫോട്ടോയും കൊടുക്കണം, അത് കൊടുക്കാൻ വന്നതാണ്. കൊടുത്തു. നമ്മൾ വണ്ടിയിലേക്ക് വന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉള്ളത് ഇവിടത്തേക്ക് ചാങ്കുലേക്കില്. ഓക്കെ, നേരെ അങ്ങോട്ട് വിടാം. ഇതാ ഗാങ്ടോക്കിൽ എത്തിയിട്ടുണ്ട്. അതാ വെൽക്കം ടു സിക്കിം എത്തിയിട്ടുണ്ട്, വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ആൾക്കാർ എക്സസൈസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഇങ്ങോട്ടേക്ക് മൊത്തം ഫ്ലവറിലും വെച്ച് ഇതേപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാ പിന്നെ ഗാങ്ടോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കിമിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ആട്ടോ ഗാങ്ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ നമ്പർ 1 ക്ലീനസ്റ്റ് സ്റ്റേറ്റ് ആണ് സിക്കിം. അപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല ക്ലീനസ്റ്റ് സ്ഥലമാട്ടോ ഗാങ്ടോക്ക്. ഗാങ്ടോക്ക് എന്നുള്ളത് സിക്കിമിലെ മെയിൻ തലസ്ഥാനം കേട്ടോ. നമ്മളിപ്പം കേരളത്തിലെ തിരുവനന്തപുരം എന്ന് പറയുന്ന പോലെ പിന്നെ സിക്കിമിലെ മെയിൻ തലസ്ഥാനം കേട്ടോ ഗാങ്ടോക്ക്. അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ട് എല്ലാത്തിൻ്റെയും കേന്ദ്രമായ സ്ഥലം. ഇവിടുന്നാണ് എല്ലായിടത്തേക്കും ഡൈവേർട്ടെല്ലാം ചെയ്ത് ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുന്നത്. ഓക്കെ, കണ്ടോ, ഫുൾ നീറ്റ് ഏരിയ കേട്ടോ. സൈഡിലൊന്നും ഒരു പ്ലാസ്റ്റിക് ഒന്നും കാണാൻ പറ്റില്ല. അവിടെയെല്ലാം എന്തെല്ലോ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ പഴയ. ആ വണ്ടിയിലാട്ടോ നമ്മൾ പോകുന്നത്, നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇനി ഇവിടുന്ന് ആൾക്കാരെല്ലാം എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം പോയടുത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ, എന്താ പറയേണ്ടത്, പിന്നെ പാസ് എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മളിപ്പം വേറെ രണ്ടാമത് ഗാങ്ടോക്കിലെ മെയിൻ ഏരിയയിലേക്ക് വന്നിട്ടല്ലേ. ഇവിടെ ഫുള്ള് ആളുണ്ട് കേട്ടോ, നല്ല ക്യൂ ഉണ്ട്. നമ്മൾ ആദ്യം പോയടുത്തൊന്നും കിട്ടില്ല, അതിപ്പോൾ രണ്ടാമത് വേറെ സ്ഥലത്തേക്ക് വന്നിട്ടല്ലേ മെയിൻ സ്ഥലത്തേക്ക്. ഇതാണ് ഇവിടെ പാസ് എടുക്കാൻ വന്ന സ്ഥലം കേട്ടോ. നമ്മൾ ഗാങ്ടോക്ക് സിറ്റി കഴിഞ്ഞിട്ട് നാത്തുല പാസ് അതുപോലെ തന്നെ ചാങ്കു ലേക്കിലേക്കെല്ലാം പോകുമ്പം ഇവിടുന്ന് പാസ് എടുക്കണം. എല്ലാവരും ID കാർഡും ഫോട്ടോയും കൊടുക്കണം. അപ്പോൾ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പാസ് എടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ആയിട്ടേ ഇല്ലൂ കേട്ടോ, രാവിലെ ഏകദേശം 5:30-6 മണി ആയിട്ടേ ഇല്ലൂ കേട്ടോ. നല്ല അടിപൊളി ഏരിയ കേട്ടോ. പോകുന്ന ആൾക്കാരെല്ലാം വണ്ടിയുടെ ഡ്രൈവർമാരാട്ടോ. ഇവരെല്ലാം എല്ലാവരും പാസ് എടുത്ത് സെറ്റാക്കാൻ വേണ്ടി പോകുന്നതാണ്. രാവിലെ തന്നെ എക്സസൈസ് ചെയ്യുന്നുണ്ടോ? പൊളി പൊളി പൊളി. നല്ല തണുപ്പാണ്, തണുത്ത് മരവിച്ചിട്ടാ തണുക്കുന്നത്. ആടാ ഫുള്ള് ജാക്കറ്റ് തന്നെ ഇട്ടിട്ട് ഭയങ്കര തണുപ്പാണ്. തലക്ക് തൊപ്പിട്ടിട്ടാ മരണ തണുപ്പ്. 2 ടീഷർട്ടും അതിന്റെ മേലെ ജാക്കറ്റും ഇട്ടിട്ട് നല്ല തണുപ്പായതുകൊണ്ടാണ്. ഇവനതിന് പ്രശ്നമില്ല, ഇവന് ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് ഇതൊന്നും വലിയ ഫീൽ ചെയ്യുന്നില്ല അല്ലേ ഏനാ. ഇപ്പൊ ഞാൻ കാണിച്ചെന്ന ഏരിയ ആട്ടെ ഇവർ എക്സസൈസ് ചെയ്യുന്ന. ഇവിടെ ഇരിക്കാൻ ഇതാക്കാനെല്ലാം ഏരിയ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാ. ഇവിടെ നല്ല ആൾക്കാർ എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലായിടത്തേക്കുള്ള ഫോം ഫില്ലാക്കുന്ന കേട്ടോ ആൾക്കാർ. ഈ കടയിൽ നിന്ന് ഫോം വാങ്ങുന്നത്. ഫോം വാങ്ങി ഇവിടെ ഫില്ലാക്കിയിട്ട് അവിടെ കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ചെടുത്ത് ഇത് ഇങ്ങനെ ഒരു ഫോം ഉണ്ട്, ഇത് നമ്മൾ ഫില്ലാക്കിയിട്ട് അവിടെ കൊടുക്കണം കേട്ടോ, ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട്.
നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ചങ്കു ലേക്കിലേക്ക്. അതിനിടയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇതാ കിട്ടില്ല വെള്ളച്ചാട്ടമുണ്ട്. അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. അതാ നല്ല പ്യുവർ വാട്ടർ ആട്ടോ. നിലത്ത് ഇങ്ങനെ കാണുന്നുണ്ട് വെള്ളം, താഴെയിങ്ങനെ നിലം കാണുന്നുണ്ട്. ഈ ഏരിയയിൽ ഒരു ഇതുണ്ട്, ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇതാ ഇതിലേ ഇങ്ങനെ താഴേലേ കൂടെ കണ്ട, താഴേലേ കൂടെ ഇങ്ങനെ പോകുന്നു കേട്ടോ. അപാര വ്യൂ ആട്ടോ കണ്ടതാ. പൊളിയല്ലേ കേസേ കേസേ ലഗരേ. ഇവിടെ പോകുന്നവർക്ക് ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഗ്ലൗവും ജാക്കറ്റും മറ്റേ ഈ തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടുന്ന് ഓരോരോ കാര്യങ്ങളെല്ലാം വാങ്ങുന്നുണ്ട്. പിന്നെ ഇതാ ഈ സൈഡിലുണ്ട് കാര്യങ്ങളൊക്കെ. ഇവിടെ അടിപൊളി ഒരു വ്യൂ ഉണ്ടാകേണ്ടതാ. പൊളി വ്യൂ ആണ്. ഇനിയിപ്പോൾ നമ്മളിത് കാണാൻ പോകുന്നേ ഉള്ളൂ, സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. ഇനി അങ്ങോട്ടൊക്കെ ഫുള്ള് കിടിലൻ വ്യൂ ആട്ടാ. നമ്മൾ വന്ന ആ വണ്ടിയിലാട്ടാ, ഇവർ ഫാമിലി ആയിട്ടാണ് വന്നത്. നമ്മൾ ഏകദേശം ഒരു 8 ആൾക്കാരുണ്ട് മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ ഇനി നേരെ മേലേക്കാട്ടാ. മേലെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, മോമോസ് കഴിക്കാൻ വേണ്ടിയിട്ട്. സ്ഥലങ്ങൾ നോക്കി ഏതാ പൊളി. ഇന്ന് കുടിക്കുന്നത് റെഡ് ബുള്ളാ, റെഡ് ബുള്ള് കളിക്കുന്നത് ഇവിടെ കേട്ടോ. മോമോസ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഹോട്ടല്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, ജാക്കറ്റും ഗ്ലൗവും മറ്റേ ഷോളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആക്കിൻ്റെ മിൽക്കിനെ കൊണ്ട് ആക്കിയതാ കേട്ടാ സാധനം. മാല ഇത് കഴിക്കുന്നതാണ്, കഴിക്കുന്ന സാധനം കേട്ടാ. ഇത് ഒന്നിന് 350 ഉറുപ്പിക കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഇപ്പുറത്തുണ്ട് കേട്ടോ. ഇത് കഴിക്കുന്നതാന്ന് പറഞ്ഞേട്ടാ. യാക്കില്ല, യാക്ക് സിക്കിമിലെ. ഞാൻ അതിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു നിങ്ങൾക്ക്, എന്നാൽ മനസ്സിലാവും. അതിൻ്റെ മിൽക്കിനെ കൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടാ. കഴിച്ച ഒന്ന് ഒരു പീസ് ശരി. ഇതൊരു പീസ് എടുത്തിട്ടുണ്ട്, കഴിച്ചോക്കട്ടെ. ഭയങ്കര ഹാർഡുണ്ട് കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റ് ഉണ്ട്, കഴിച്ചോട്ടാ. പിന്നെ കേട്ടോ നമ്മള് ഫുഡ് കഴിക്കുന്നത് ഇവിടെ ടീയും സംഭവങ്ങളൊക്കെ ഇട്ട്. ഇവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാട്ടോ, ഇത് ഇവിടുത്തെ പോലീസാണ്, സിക്കിം പോലീസാണ് വരുന്നത്. ഇത് നമ്മളെ സ്വന്തം പോലീസ്. ഇപ്പോൾ അവൻ ഇതിൻ്റെ അകത്താണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. ഓക്കെ, ഇവിടെയും ഇതും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു ടി വി കാണുന്നുണ്ട് പിള്ളേർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്, മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോമോസ് ഇപ്പോൾ വരും, മോമോസ് വന്നിട്ട് കഴിക്കാം. ഇവിടെ മോമോസ് വന്നിട്ടുണ്ട്, മുപ്പര് തട്ടുന്നുണ്ട്. ഇപ്പുറം പേരണ എത്രയുടെ വെയിറ്റ് ആക്കുന്നുണ്ട്. നമ്മളെ മോമോസ് വന്നിട്ടുണ്ട്. മോമോസ് വന്നിട്ടുണ്ട്, മോമോസ് ആയിക്കോട്ടെ. നല്ല തണുപ്പുണ്ട്. ഇത് നല്ല ചൂടുണ്ട്, പക്ഷെ പുറത്ത് നല്ല തണുപ്പാട്ടാ. ഫ്രഷ് മോമോസ് ഇതെല്ലാവരും ഉണ്ട്.
എല്ലാവരും കഴിക്കുന്നുണ്ട്. ഇതുണ്ടോ ഇവിടുത്തെ മെയിൻ സാധനമാണ് യാക്ക്. നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇത്, നല്ല വലിപ്പമുണ്ട്. വ്യൂ ഉണ്ടോ? വേറെ തന്നെ പൊളി വ്യൂ ആണ്. ഇതിന്റെ മേലെ കയറി ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ചില്ലറ പൈസ കേട്ടോ, 50 റുപ്യ 100 റുപ്യ കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഇതുകൊണ്ടാ നല്ല സൈസ് ഉണ്ട്. ഇവിടുത്തെ എന്താ പറയണ്ട്, കാട്ടുപോത്ത് എന്നുള്ള പറയുന്ന പോലെ ഇവിടുത്തെ വൈൽഡായിട്ടുള്ളൊരു പശുവാട്ടാ, വൈൽഡായിട്ടുള്ളൊരു കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു ലേക്ക് ഉണ്ട്. ഇതാണ് ചാങ്കു ലേക്ക്. ഇതുകൊണ്ടാ ഈ മലര മുകളിലുള്ള ലേക്കാട്ടാ, കണ്ടേതാ. അതിനൊരു തെളിച്ച് കൊണ്ടുപോകുന്നുണ്ട. ഇതിലെ ലേക്കാട്ടാ. ഇതെന്ന് വെച്ചാൽ തണുപ്പ് കാലത്തൊരു ഡിസംബർ നവംബറിലെല്ലാം ഫ്രീസായിട്ടാണ് നട്ടിട്ടുണ്ടാവും. ഫുള്ള് ഫ്രീസായിട്ടുണ്ടാവും, തണുത്ത മരം വെച്ചിട്ടുണ്ടാവും. അങ്ങാടെയൊക്കെ കണ്ടോ, എല്ലായിടത്തും ഇതുണ്ട്, യാക്കുണ്ട്. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഇങ്ങനെ കേട്ടോ, ഈ സീസൺ ടൈമിൽ ഇവിടെ മൊത്തം സ്നോഫോളും കാര്യങ്ങളും ആയിരിക്കും. ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ സ്നോഫോളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ നാത്തൂല എത്തിട്ടാ. ഇന്ത്യ ചൈന ബോർഡറാണ് ഇത്. അങ്ങ് ബാക്കിലെല്ലാം കണ്ട, ഇതാണ് മറ്റേ പ്രസ് കോൺഫറൻസ് ഹാൾ കേട്ടോ. ഇന്ത്യ ചൈന മീറ്റിംഗ് എല്ലാം ഉണ്ടാകുമ്പോൾ കോൺഫറൻസിൻ്റെ അത് ഇതിലേ പോയിട്ട് കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. വന്ന വഴി ഇതാട്ടാ. മുകളിൽ നോക്കാം, പോകണ്ട. പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്ന് വെച്ചാല് ഇവിടെ പോകുന്തോറും ഓക്സിജന്റെ ലെവല് കുറഞ്ഞു വരും കേട്ടോ. നല്ല നല്ല പോണം. കാരണം കാണുന്നെല്ലാം ഇതാട്ടാ, നമ്മളിപ്പോൾ കാണുന്നത് ചൈന ഇന്ത്യ ബോർഡറാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആട്ടാ. ഇത് ഈ കാണുന്ന മേലോട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ല, പ്രോഹിബിറ്റഡാ. അതിൻ്റെ ഒരു കമ്പി ഉണ്ട്, അതിൻ്റെ നേരെ അപ്പുറം ചൈനയും ഇപ്പുറം ഇന്ത്യ ആട്ടാ. ഓക്കെ, ഇവിടെ എന്തായാലും വരേണ്ട സ്ഥലം തന്നെയാണ്, ആരും മിസ് ചെയ്യരുത്. കാരണം അത്ര അടിപൊളിയാണ്. പക്ഷേ മേലെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതാകില്ലൊരു പ്രശ്നം.
എല്ലായിടത്തും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഇതാട്ടെ ഈ താഴ്ന്നില്ല വ്യൂ ഇതാട്ടാ, ഭയങ്കര തണുപ്പുണ്ട്. ഇവിടുന്ന് ഒരു 14,000 ഫീറ്റ് ഉയരത്തിലാട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതാ കാണുന്ന അപ്പുറത്തെ ബിൽഡിംഗ് എല്ലാം ചൈനയെല്ലാം വരുന്നത് കേട്ടോ. പിന്നെ ഇതിനെ മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും, പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് ഇല്ല കേട്ടോ. ഓക്കെ, ആ കാണുന്ന മലയൊക്കെ കണ്ടോ, അതൊക്കെ ചൈന ആട്ടായിരുന്നു. പണ്ട് ഇന്ത്യയുടെ ആയിരുന്നു, ഇപ്പോൾ ചൈനയുടെ അണ്ടറിലെ ഇപ്പോൾ ഇല്ലത്. അവിടെയൊക്കെ വേലിയുണ്ട്, പക്ഷെ അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാതിരുന്നത്. ഓക്കെ, ആരും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. സിക്കിമിൽ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നല്ല അടിപൊളി ഒരു ഇതാട്ടോ. പിന്നെ ആ സൈഡിൽ കണ്ട അവിടെ ആ വൈറ്റ് കളറുണ്ട്, അതൊക്കെ ഐസാട്ടാ, സ്നോ ആണ്. അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ നേരെ താഴേക്ക് പോട്ടാ, നേരെ താഴേക്ക്. ഇതിന് അതിലാ പാസ്സാണ്, ഇതിൻ്റെ നേരെ താഴേക്ക് നമ്മൾ ഇവിടത്തേക്കാണ് പോകുന്നത്. എവിടത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബാ മന്ദിർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഇതില്ലേ ചാങ്കു ലേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സീസൺ ടൈമിൽ ഫ്രീസ് ആയിരിക്കും കേട്ടോ, സീസണിലേക്കാണ് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ അത് ഓരോരോ സീസണിൽ ഓരോരോ കളറും ആയിരിക്കും. പിന്നെ അതിൽ നമ്മൾ തുപ്പിയിടാനോ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അത് അവർ ദൈവം പോലെ കാണുന്നൊരു ലേക്കാട്ടാ, ഭയങ്കര സംഭവം. അതുപോലെ തന്നെ ഇത് അത് ഏകദേശം ഒരു 8,000 അടി ഉയരത്തിലാണ് ചാങ്കു ലേക്കില്ലത്, സീല വരുന്നത്. ഇതൊരു 12-13,000 അടി ഉയരമുണ്ട് കേട്ടോ. നാതുല പാസ്. ഈ റോഡ് നേരെ ചൈനയിലേക്ക് പോകുന്ന റോഡാട്ടോ. ഈ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചൈനയിലെത്തും. നല്ല തണുപ്പിട്ട് കൈയെല്ലാം മരവിച്ചിട്ടില്ല.